വെച്ച് റോമൻ പടയാളികളാൽ പിടിക്കപ്പെട്ട് ഗബത എന്ന കൽത്തളത്തിൽ തകർക്കപ്പെട്ട് ഗോൽഗോഥ എന്ന കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് പച്ചപ്പൈന്മരക്കൂശും ചുമന്നുകൊണ്ട് 7 മൈൽ ദൂരം 14 വട്ടം വീണുമെഴുന്നാറ്റും ആറ്റും തൊപ്പലുമേറ്റപ്പെട്ടവനായി നടന്നു നീങ്ങിപ്പോയി ആ കാൽവരിയുടെ കൊലക്കളത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി തകരപ്പെട്ടു, എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിക്കപ്പെട്ടു. 6 കോടതികളിൽ മാറി മാറി വിസ്തരിച്ചിട്ടും 3 മതകോടതികളിലും 3 സിവിൽ കോടതികളിലും മാറി മാറി വിസ്തരിച്ചിട്ടും ഇവനിൽ ഒരു പാപവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്ന് 6 കോടതികളും മുദ്രകുത്തിയ ആ പാപമില്ലാത്ത പാപമേക്കാത്തവനായ കുഞ്ഞാട് എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമാകുകയാണ് പ്രിയമുള്ളവരെ. അങ്ങനെ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് തകരപ്പെട്ടവനായി, ഉടയപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീടം അടിച്ചരക്കപ്പെട്ടവനായി, ശരീരം മുഴവുചാലുകൾ പോലെ കീറപ്പെട്ടവനായി, ചാട്ടവാറടിയേറ്റവനായി കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് എന്റെ കർത്താവായ യേശുക്രിസ്തു നടന്നു നീങ്ങിപ്പോയി. കാൽവരിയുടെ കൊലക്കളത്തിൽ യേശുക്രിസ്തുവിന്റെ കരങ്ങൾ അദ്ദേഹം ചുമന്നുകൊണ്ടുവന്ന ക്രൂശിന്റെ ഇരുവശങ്ങളിലേക്കും വലിച്ചു നീട്ടിയിട്ട് കരങ്ങളിൽ കാരിലും പാണികൾ കരുത്തോടെ റോമൻ പടയാളികൾ അടിച്ചിറക്കി എന്റെ യേശുവിനെ കാൽവരിയുടെ കൊലക്കളത്തിൽ ആ കാൽവരിയിൽ ക്രൂശിന്മേൽ തറച്ചു. വെട്ടിയുണ്ടാക്കിയ പാറയ്ക്കുള്ളിലേക്ക് ഈ ക്രൂശെടുത്ത് ഇട്ടിട്ട് യേശുവിന്റെ മരണം കാത്തുകൊണ്ട് ഒരു കൂട്ടം റോമൻ പടയാളികൾ നോക്കി നിൽക്കുകയാണ് പ്രിയമുള്ളവരെ. പ്രിയരെ, ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. സകല കർമ്മങ്ങളും സർവബലികളും സകലതും ബലിപീഠത്തിങ്കിൽ അവസാനിപ്പിച്ചപ്പോൾ, സകലതും ബലിപീഠം കൊണ്ട് അവസാനിച്ചപ്പോൾ റോമൻ പടയാളികൾ നോക്കി നിന്നിട്ട് വിധിയെഴുതി. പീലാത്തോസിന്റെ ഗവൺമെന്റ് വിധിയെഴുതി. നോക്കി നിന്ന പരീശന്മാരും ചുങ്കക്കാരും സകലരും വിധിയെഴുതി. യേശുക്രിസ്തു ഇവന്റെ ശുശ്രൂഷ ഇവിടം കൊണ്ട് അവസാനിച്ചു, ഇവൻ കാൽവറിയിൽ കൊണ്ടൊടുങ്ങിപ്പോയി എന്ന് വിചാരിച്ചിടത്തു നിന്ന് പ്രിയമുള്ളവരെ, കാൽവറിയെ ജയിച്ചുകൊണ്ട്, പാതാളത്തെ ജയിച്ചുകൊണ്ട്, മരണത്തെ ജയിച്ചുകൊണ്ട് ഉലക ചരിത്രത്തിൽ ആദ്യമായിട്ട് പാലസ്തീനിന്റെ മണ്ണിൽ ഒരുവൻ തിരികെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എങ്കിൽ, ഒരുവൻ മരണത്തെ ജയിച്ചിട്ടുണ്ട് എങ്കിൽ, പാതാളവന്റെ ജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനത്തെ ഞങ്ങളെ പകലിലും പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശുക്രിസ്തുവിന്റെ ബലി കൊണ്ട്, ആ യേശുക്രിസ്തുവിന്റേതായ ആ യാഗം കൊണ്ട്, യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ടല്ലാതെ മാനവരാശിക്ക്, മനുഷ്യന് പാപത്തിന്റെ വിമോചനം ലഭ്യമാകത്തില്ല എന്നുള്ളത് ആരവാരങ്ങളോട്, അഭിമാനത്തോടെ, അഹങ്കാരത്തോടെ അരക്കെട്ടിട്ടുറപ്പിച്ചുകൊണ്ട് ഈ ദേശത്തോട് ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയാണ് പ്രിയമുള്ളവരെ. ആ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ കാൽവരിയിൽ തകർക്കപ്പെട്ടതായ യേശുക്രിസ്തുവിന്റെ കല്ലറ ഇന്നും പാലസ്തീനിന്റെ മണ്ണിൽ തുറക്കപ്പെട്ട് കിടക്കുകയാ. അനേക കല്ലറകളിൽ അടയപ്പെട്ട് കിടക്കുമ്പോൾ എന്റെ യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രമേ ഉള്ളൂ ഇന്നും തുറക്കപ്പെട്ട് കിടക്കുന്നത്. ഇറാഖിന്റെ മണ്ണിലേക്കൊന്ന് ചെന്ന് കഴിഞ്ഞ 917 ഹെക്ടേഴ്സ് വിസ്തൃതിയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന വാടി അൽ സലാം എന്ന സിമിത്തേരി കാണാം. ആ സിമിത്തേരിയുടെ മുമ്പിൽ നിരവധി മഹത് വ്യക്തികളെ, മഹത് പ്രഭാവമുള്ള മഹത് വ്യക്തികളെ, രാജാക്കന്മാരെ, രാജ്ഞിമാരെ, അനവധി രാഷ്ട്രീയ നേതാക്കന്മാരെ, തത്വചിന്തകന്മാരെ, തത്വജ്ഞാനികളെയെല്ലാം അടക്കം ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം എഴുതി വെച്ചത് കാര്യപ്രകാരമാണ്. RIP, റെസ്റ്റ് ഇൻ പീസ്, അവരിവിടെ വിശ്രമിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഒന്ന് ചെന്ന് നോക്ക്. പാലസ്തീനിന്റെ പച്ചമണ്ണിൽ ഇന്നും തുറക്കപ്പെട്ട് കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. അതിന്റെ മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന വാചകം
പ്രത്യേകം അഭിമാന പുരസ്കരം ഞങ്ങൾ വിളിച്ചു പറയാം. അവനിവിടെയില്ല, അവനിവിടെ നിന്നും ഉയർത്തൽ എന്നറ്റ് സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഉലക ചരിത്രത്തിൽ തുറക്കപ്പെട്ടൊരു കല്ലറയുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിൻ യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. ആ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ മനുഷ്യന് പാപത്തിന്റെ വിമോചനമുള്ളൂ. ആ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ മാനവജാതിക്ക് സമാധാനവും സന്തോഷവും മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും സമൂഹത്തിന്റെ ധാർമ്മികത പ്രവർത്തനങ്ങളിൽ നിന്നും വിമോചനം നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വാസ്തവമായൊരു സത്യം തന്നെയാണ്. യേശു കർത്താവ് കാൽവറിയുടെ കൊലക്കളത്തിൽ മരിച്ച് അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കി 3-ാം നാളിൽ റോമൻ പടയാളികളുടെ കാവലിനെ പേടിച്ചുകൊണ്ട് പിലാത്തോസിന്റെ ഗവൺമെന്റിന്റെ ഇമ്പീരിയർ മുദ്രകളെയും തകർത്തുകൊണ്ട് പുറത്തു വന്നിട്ട് 40 ദിവസക്കാലം പിന്നെയും ചരിത്രത്തെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഭൂമിയിൽ പിന്നെയും തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് ഗലീല പുരുഷന്മാരെ സാക്ഷി നിർത്തി ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തു പോയപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ പോയതുപോലെ തന്നെ എന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടി വീണ്ടും വാനമേഘത്തിൽ പ്രത്യക്ഷമാകുമെന്ന്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ, മനുഷ്യനെ സ്നേഹിക്കുവാൻ, മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, മനുഷ്യനെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശം അത് യേശുക്രിസ്തുവിന്റെ സന്ദേശം ഒന്ന് മാത്രമാണ്. പ്രിയരെ, ഒരുപക്ഷെ നാളെ നിങ്ങൾ ഈ സന്ദേശം കേട്ടില്ല എന്ന് വരാം. മരണമെന്ന കടുത്ത വേട്ടനായ എപ്പോഴാണ് നമ്മളെയും കടിച്ചു കീറി കുതിരയെറിയുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നാളെ ഈ സന്ദേശം കേൾക്കുവാൻ വകയില്ല. ഇതാകുന്ന സുപ്രസാദകാലം, ഇതാകുന്ന രക്ഷാദിവസം. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, ഈ മരണം കൊണ്ടൊന്നും ഇവിടെ ഒടുങ്ങിപ്പോകുന്നില്ല കേട്ടോ. ഈ മരണം കൊണ്ടൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. മരണത്തിനപ്പുറവും മനുഷ്യനൊരു ജീവിതമുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവിന്റെ നിത്യശാന്തിക്കും നിത്യമോക്ഷത്തിനും വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം, മനുഷ്യന് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന്. അങ്ങനെ മരണാനന്തരമുള്ള ജീവിതത്തിലേക്ക്, നിത്യസ്വർഗത്തിലേക്ക് താങ്കൾ ആനയിക്കപ്പെടണമെങ്കിൽ, ആ നിത്യത്തിലേക്ക് താങ്കൾക്ക് എത്തിപ്പെടണമെങ്കിൽ അതിന് ഒരേ ഒരു മാർഗം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഇപ്പങ്ങളിൽ താങ്കൾ ഏറ്റുപറയുക. ദൈവം അവനെ മരിച്ചവരിടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അവൻ സാക്ഷാൽ ദൈവപുത്രൻ എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ, പ്രിയമുള്ളവരെ, താങ്കളും രക്ഷിക്കപ്പെടും. താങ്കളും ആ നിത്യതയ്ക്ക് അവകാശികളായി തീരുമെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, നിത്യത എന്നത് വെറും കളിവാക്കല്ല. നിത്യത എന്ന് പറയുന്നത് പൊട്ടച്ചൊല്ലല്ല. പാപമോചനം എന്ന് പറയുന്നത് എന്തെങ്കിലും ഞങ്ങൾ കേട്ടുകേൾവിയും പിടിച്ചുകൊണ്ട് പറയുന്നതല്ല. ഞങ്ങൾ പ്രസംഗിച്ച ആധികാരികതയുള്ള നിസ്തുല്യമായ ആ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയെങ്കിൽ ആ നിത്യത സത്യമൊന്നു തന്നെയാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ദേശത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു ആഹ്വാനം കൂടി നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ആവർത്തിച്ച് വിട്ടു പറയാം, ഇതാകുന്ന സുപ്രസാദകാലം, ഇതാകുന്ന രക്ഷാദിവസം നാളെ എന്നത് നമ്മുടെ മുമ്പിലുണ്ടോ എന്നറിയില്ല. ആയതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ മനുഷ്യരുടെ ഈ അമ്പരപ്പരപ്പിൽ പാരിഞ്ചുവട്ടിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേയുള്ളൂ. അതത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമമെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ പ്രഭാഷണത്തെ